ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫിഷ് പ്രിപ്പറേഷനാണ്. നമ്മുടെ സ്ഥിരം ഫിഷ് കറി, ഫിഷ് ഫ്രൈ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റോസ്റ്റ് റെസിപ്പിയാണ്. ഫിഷ് ടൊമാറ്റോ റോസ്റ്റ്. ഏകദേശം 8 വർഷം മുമ്പ് ഞാൻ ഈ റെസിപ്പി എൻ്റെ ബ്ലോഗിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അന്ന് അതിന് നല്ല ഫീഡ്ബാക്കും റെസ്പോൺസും ഒക്കെ കിട്ടിയിരുന്നു. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. മൈ നെയിം ഈസ് ഷാൻജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു റോസ്റ്റ് റെസിപ്പി ആയതുകൊണ്ട് എണ്ണ അല്പം കൂടുതൽ വേണം. എണ്ണ നന്നായി ചൂടായ ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇടുക. എന്നിട്ട് അത് പൊട്ടാനായി ഒന്ന് വെയിറ്റ് ചെയ്യുക. കടുകെല്ലാം നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച് വെളുത്തുള്ളി ഇടണം. ഏകദേശം ഒരു 10 അല്ലിയോളം വെളുത്തുള്ളിയുണ്ട്. ഇനി ഒരു 1.5 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്. ഇനി ഒരു 10-15 സെക്കൻഡ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഈ ഫ്ലേവർ ഈ എണ്ണയിലേക്ക് ഇറങ്ങും. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവോള ചോപ്പ് ചെയ്തത് ചേർക്കുക. ഇനി ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഗോൾഡൻ കളർ ആവണമെന്നില്ല, ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുന്നത് വരെ വഴറ്റി കൊടുക്കുക. നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്തിളക്കാം. അപ്പോൾ അത് പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ ഏകദേശം കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, മുളക് പൊടി, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 1/2 മിനിറ്റ് നേരം ഇളക്കുക. അപ്പോൾ ഈ മുളക് പൊടിയുടെയൊക്കെ ഈ റോ ഫ്ലേവറൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഇനിയിപ്പോൾ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കണം. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച 1/2 കിലോഗ്രാം മീനാണ് നമുക്ക് ആവശ്യമുള്ളത്. അല്പം കട്ടി കൂടിയ ഫ്ലഷോട് കൂടിയ മീൻ, അതായത് ദശക്കട്ടിയുള്ള മീനാണ് നമുക്കിതിന് നല്ലത്. മീൻ ഇട്ട ശേഷം 3 മീഡിയം സൈസ് ടൊമാറ്റോ കട്ട് ചെയ്തതും അല്പം കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കുക. അല്പം ഉപ്പുകൂടെ ചേർക്കണം. ഒരു 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 10 മിനിറ്റ് നേരം വേവിക്കണം. പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിനുള്ളിലുള്ള വെള്ളം തന്നെ ഇറങ്ങി അതിലിരുന്നത് വെന്തോളും. ഏകദേശം പകുതി സമയമാകുമ്പോൾ, അതായത് ഒരു 5 മിനിറ്റ്സ് ആകുമ്പോൾ നമ്മളിതൊന്ന് തുറന്ന് ഒന്ന് ഇളക്കിയ ശേഷം വീണ്ടും അടച്ചു വെച്ച് പിന്നെ ഒരു 5 മിനിറ്റ്സ് കൂടി വേവിക്കുക. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് വെച്ച് ഒരു 1-2 മിനിറ്റ് നേരം കൂടെ വേവിക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഒന്ന് പറ്റി നല്ലൊരു റോസ്റ്റ് പരുവത്തിൽ ഇതാവും. ഇതായിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിങ് ഡിഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു ദി ചാനൽ. ഹോപ്പ് ടു സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.